എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും പുതിയ ഒരു ഡെയിലി വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. ഇന്ന് ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയനിപ്പോൾ എല്ലാ ദിവസവും ഇന്നിപ്പോൾ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ പോളിയൂട്ടനെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതെങ്ങനെയും ഇത് മാറ്റണം. കാരണം ഡെയിലി യൂസിന് നമ്മൾ ആക്ച്വലി ഇവിടെ ഒരു ബൈക്ക് വാങ്ങിയിട്ടുണ്ട് നമ്മുടെ എക്സസൈസ് പർപ്പസിനും ഡെയിലി യൂസിനും. ഇത് ബറ്റാലിയൻ്റെ V1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൈക്കാണ് കേട്ടോ. V1ൻ്റെ ഒരു മോഡലാണ് സുഹൃത്തുക്കളെ. ഇത് ആക്ച്വലി 30,000 രൂപ താഴെ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. 30,000 രൂപയ്ക്ക് ഷിമാനോ ടൂർണി ഗ്രൂപ്പ് സെറ്റിൽ ഷിമാനോ ടൂർണി ഫ്രണ്ടിൽ 2 സ്പീഡും ബാക്കിൽ 7 സ്പീഡും ആണ് ഷിമാനോ ടൂറിനെയാണ് വരണത്. ഇതിൻ്റെ PPF നമുക്കൊന്ന് ഒട്ടിക്കണം. ഇൻറ്റേർണൽ കേബിൾ റൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യത്തിന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വാളിറ്റി എല്ലാം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു വണ്ടിയാണ്. ഇവിടെ വെച്ച് ഒരഞ്ഞിട്ട് ഇതായി തുടങ്ങിയിട്ടുണ്ട്. അതിനെക്കാട്ടും മുന്നേ PPF ഒട്ടിച്ച് സെറ്റാക്കണം. അതിനുള്ള സമയം ഇന്ന് നമുക്ക് ഇല്ല സുഹൃത്തുക്കളെ. അപ്പോൾ ഇത് ഓടിക്കാൻ പറയണം കേട്ടോ അവൻ്റെ അടുത്ത്. ജോഹന നീ ഇനി ബറ്റാലിയൻ എടുത്താൽ മതിയിട്ട് എങ്ങടെയും പോകണ്ടെങ്കിൽ മറ്റേ പോളിയൂട്ടറിനെ എടുക്കായിരിക്കോ? പോളിയൂട്ടറിനെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ മെയിൻ്റെനൻസ് ഭയങ്കര കൂടുതൽ. അത് ഇനി തൊടണ്ടാട്ടാ പോളിയൂട്ടൻ അവിടെ ഇരുന്നോട്ടെ. നമുക്ക് ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ് പോളിയൂട്ടൻ. അത് വെറുതെ ആവശ്യമില്ലാണ്ട് ഓരോ ആവശ്യങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ പണിയാവും. നമ്മുടെ ബറ്റാലിയൻ്റെ V1 ആണ് ഇനി നമ്മൾ എല്ലാ ഇതിനും യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ കേബിളും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ജാഗ്വയറിൻ്റെ കേബിളാണ്. അത്യാവശ്യത്തിന് 30,000 റുപ്പീസിന് താഴെ ഒരു എന്താ പറയുക ഹെൻട്രി ലെവൽ റോഡ് ബൈക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. കാരണം റോഡ് ബൈക്കിനൊക്കെ ആക്ച്വലി നല്ല വിലയുണ്ട്. അത്യാവശ്യം എക്സ്പെൻസീവാണ് റോഡ് ബൈക്ക്. ഇത് കുറച്ച് ബഡ്ജറ്റ് ഇതാണ് കേട്ടോ. ഇന്ന് ആക്ച്വലി കാലത്ത് തന്നെ കുളിച്ച് ഫ്രഷായി 1-2 കടയുടെ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. പുതിയൊരു സ്ഥലം നോക്കണ്ടേ എന്നുള്ള രീതിയിലാണ്. വീടിൻ്റെ അടുത്ത് 1-2 സ്ഥലങ്ങൾ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് പറ്റുകയാണെങ്കിൽ പോകണം. അവിടുത്തെ ബിൽഡിംഗ് ഓണറായിട്ടൊന്ന് സംസാരിക്കണം. ഇങ്ങനെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ജൂണോ കുട്ടന് നല്ലൊരു പണിയായിട്ടുണ്ട് കേട്ടോ. ജൂണോന് ആക്ച്വലി അവൻ്റെ കാലുമ്മേ ഒരു ഇഷ്യൂ വന്നിട്ട് ചെറിയൊരു പോളം പോലെ ഉണ്ടായിരുന്നു. ആ പോളം വന്ന് ആക്ച്വലി അത് പൊട്ടാറായിട്ടുണ്ട്. ചെറിയൊരു നീര് പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കാട്ടി തരുന്നില്ല. ചെറിയൊരു നീര് പോലെ ആയിട്ടുണ്ട് ബാക്കിലത്തെ കൈമേട്ട, ബാക്കിലത്തെ കയ്യിൽ റൈറ്റ് സൈഡിൽ. അപ്പോൾ അതിനെ ഫസ്റ്റ് തന്നെ അത് ചെയ്യണം. അതിനെക്കാട്ടും മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 1-2 കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അതിനുശേഷം ജൂണോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കേട്ടോ. അത് കുറച്ച് സീനായിട്ട് ഇരിക്കണത്. അവൻ്റെ കാല് പണി പാളിയിട്ടുണ്ട്. ഇനി അത് എത്ര ദിവസം കൊണ്ട് നടക്കേണ്ടി വരും എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ കൊണ്ടുപോകുന്നത് ഇവിടെ കുട്ടനാട്ടിലുള്ളൊരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലിലാണ് കേട്ടോ. എനിക്ക് ഗവൺമെൻറ്റിൻ്റെ ഉണ്ട്, നമ്മുടെ തൃശ്ശൂരുണ്ട്, മണ്ണുത്തിയിലുണ്ട്. പക്ഷേ അത്ര നല്ല റിവ്യൂസ് ഞാൻ അവിടെ കേട്ടിട്ടില്ല കേട്ടോ. തൃശ്ശൂരും അതുപോലെ കൊക്കാരിയുള്ള സ്ഥലത്ത്. അപ്പോൾ എനിക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. 500 രൂപ ആയാലും നമുക്ക് നല്ലൊരു സ്ഥലത്ത് പോകാമെന്നുള്ളൊരു മൈൻഡിലാണ് ഞാനുള്ളത് കേട്ടോ. അപ്പോൾ വീടിൻ്റെ അടുത്തല്ല, നടത്തറ ഭാഗത്ത് ജോൺ ആൻഡ് ജേക്കബ് എന്തോ പറഞ്ഞൊരു ഹോസ്പിറ്റൽ, പ്രൈവറ്റിലെ ഹോസ്പിറ്റലുണ്ട്. ഞാൻ എപ്പോഴും അങ്ങോട്ട് തന്നെ പോവാറ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ് അവരുടെ സർവീസും അവരുടെ കൺസൾട്ടിങ്ങും എല്ലാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്കാണ് ജൂണോനെ കൊണ്ടുപോകുന്നത്. ആദ്യം കുറച്ച് പരിപാടി ചെയ്യാനുണ്ട്, എന്നിട്ട് നമുക്ക് ജൂണോനെ കൊണ്ടുപോകാം കേട്ടോ. അതാണ് മെയിൻ. ജൂണോനെ ഓട്ടോറിക്ഷയിൽ കയറ്റി നക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാലവൻ. നക്കല്ലേ നമുക്ക് കുട്ടനല്ലൂർ കോളേജ് വഴി പോവാമേ. അതിൻ്റെ വഴി പോയി കഴിഞ്ഞാൽ എളുപ്പമുണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്താൻ. ആ കാലം നിലത്ത് കുത്തണില്ല കേട്ടോ അവൻ. കണ്ടോ, ഈ കാലം അവൻ നിലത്ത് കുത്തണില്ല. നല്ല ഇതായിട്ടുണ്ട്, നീര് വന്നിട്ടുണ്ട്. നക്കണ്ട ഹോസ്പിറ്റലിൽ എത്താട്ടെ. നമ്മൾ കുട്ടനാട്ടിലൊരു കോളേജ് ഭാഗം എത്താറായി. ഇങ്ങോട്ട് നോക്കിയേ ഗൈസ്, ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയേ. ജൂണോൻ്റെ കാല് കണ്ടോ? ഇതാണ് കാല്. അവന് ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് വായിന്ന് വെള്ളമൊക്കെ വന്നു തുടങ്ങി. ഇപ്പം കരച്ചിലാവും കേട്ടോ അവൻ. ഇപ്പം കരച്ചിലാവും. അത് കാട്ടി തരുന്നില്ല, കാല് കുത്തണില്ല കേട്ടോ. ഓക്കെ, ഒച്ചയും വെള്ളം ഉണ്ടാക്കി കഴിഞ്ഞാലില്ലേ ഇടി കിട്ടും. ഗൈസ് ഡോക്ടർ വന്നു. ഞാൻ ഓഫ് ചെയ്യട്ടെ. ചേട്ടനൂര് തരാം. ആ അതെ, ഞാൻ അയച്ചുതരാം. ഗൈസ് അഭ്യാസം കാണിച്ച് കൈയൊക്കെ ഏകദേശം നനശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കാല് കുത്തിക്കോ നീ കുത്തിക്കോ. 3 ഇഞ്ചക്ഷൻ കഴിഞ്ഞു.
3 ഇഞ്ചക്ഷൻ കഴിഞ്ഞു. കാല് ഇതായിട്ട് അവസ്ഥ. നീ കാലാണ് ഓരോ പണി ഇങ്ങനെ ഒപ്പിച്ച് വെച്ചോ ജൂണോ. ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ ഫീലാണ് നോക്കിയാൻ്റെ കാല്. ഇനി അത് കടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടി കിട്ടണ്ടേന്ന്. ഇനി ഞാൻ കൈയും കാലും കഴുകിയിട്ട് വരാം, കുളിക്കണം. ഗൈസ്, പെറ്റ്സിനെ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക, നല്ല പണിയുണ്ട് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാലുണ്ടാ ഗുണപാഠങ്ങൾ. പെറ്റ്സിനെ, പൂച്ചനെ വാങ്ങണം, പട്ടീനെ വാങ്ങണം എന്ന് വീട്ടിൽ നിങ്ങൾ ആരെങ്കിലും കരഞ്ഞ് വിഷമിക്കുന്നുണ്ടെങ്കിൽ നോക്കാനും സമയവും അതിൻ്റെ കാര്യങ്ങൾക്കുള്ള ചിലവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനൊക്കെ വാങ്ങാൻ പാടുള്ളൂ ഗൈസ്. എനിക്ക് കുഴപ്പമില്ല, ഞാൻ പഠിച്ച പാടാണ്. പണ്ട് ഞാൻ കരഞ്ഞിരുന്നു. ചാടണ്ട. ഇതാണ് അവസ്ഥ. അപ്പോൾ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഓക്കെ ജൂണോ, പോവാ. ജൂണോന് കാലിന് വയ്യാതെ കാരണം കക്കൂസിക്ക് പോകാൻ വരെ, കാലുമിക്കൊന്നും തെറപ്പിക്കലടാ. കക്കൂസിക്ക് പോകാൻ വരെ ഭയങ്കര ബുദ്ധിമുട്ടാണ് സുഹൃത്തുക്കളെ. ഞങ്ങളിവിടെ നടത്തറയാണ് കേട്ടോ. തൊട്ടപ്പുറത്താണ് കുട്ടനല്ലൂർ കോളേജ് വരുന്നത്. കുട്ടനല്ലൂർ കോളേജിൽ ആക്ച്വലി ഉപരാഷ്ട്രപതി ആരോ വരുന്നുണ്ട്. അതുകൊണ്ട് ഹെലികോപ്റ്റർ ഇപ്പോൾ വരും. അതിൻ്റെ പോലീസുകാരും നിറച്ച് പോലീസുകാരും ഇതാണ് കേട്ടോ. ഞാനിപ്പോൾ യൂബർ വിളിച്ചിട്ടുണ്ട്. യൂബർ വിളിച്ചിട്ട് 113 രൂപയാണ് അവൻ്റെ ഓട്ടോ ചിലവ് കേട്ടോ. ഞാനെങ്ങാണ്ടെന്ന് ജൂണോ. ആകെ തകിട്ട് പൊട്ടിയാക്കിട്ടോ. നോക്കിയേ, തീരുമാനമാക്കിയിട്ടുണ്ട് അവൻ. അപ്പോൾ ഇവിടെ നിന്ന് 113 രൂപ യൂബർ വിളിച്ചിട്ടുണ്ട്. ഇവിടുന്ന് യൂബർ വിളിച്ചിട്ട് നേരെ ഇവനെ വീട്ടിലേക്ക് ആക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഗൈസ് ഇന്നത്തെ പരിപാടി. മെയിൻ പരിപാടിയായിരുന്നു കേട്ടോ. തീരുമാനമായിട്ടുണ്ട് ഇവൻ്റെ. ജൂണോ, കാലുമത്തെ പറിച്ച് കളഞ്ഞ് കഴിഞ്ഞാൽ അടിയോ. ഓയിൽമെൻറ്റും സാധനങ്ങളൊക്കെ ഞാൻ അവിടെ വെച്ചേക്കാം. സീൻ. അപ്പോൾ ഇപ്പോൾ ഒരു ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യണതും കാണാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് വീട്ടിലേക്കും പോവാം കേട്ടോ. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. നോക്കട്ടെ ഗൈസ്. ഇവിടെയാണ്, ഈ വഴിയാണ് ഹെലിപ്പാഡ് ഉള്ളത്. പയ്യെ എടുത്തോ. ഇതാ ഇവിടുന്ന് പോയിന്നുണ്ട് കേട്ടോ. ഇതാണ് ഹെലിപ്പാഡ്. പോവാം. ഉപരാഷ്ട്രപതി വന്നിട്ടുണ്ട്. അതിൻ്റെ പുത്തൂര് സുവോളജിക്കൽ പാർക്കിൻ്റെയോ ഇതിൻ്റെയോ എന്തൊരു ഇനോഗ്രേഷൻ വന്നിട്ടുണ്ട്. ഞാനിങ്ങോട്ട് വരുമ്പോൾ നിറച്ച് ഇതായിരുന്നു, പോലീസും ഫുള്ള് എല്ലായിടത്തും പോലീസും ഇതൊക്കെ ആയിരുന്നു. ഞാനതിനിപ്പോൾ ഹെലികോപ്റ്റർ വന്നിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സ്ലോ ആക്കാൻ. ഇതാണ് കുട്ടനല്ലൂർ കോളേജ് കേട്ടോ. അല്ല, ഞാൻ ഇതിൽ പറഞ്ഞതാ, കുട്ടനല്ലൂർ കോളേജ് വഴിയാണ് നമ്മളിപ്പോൾ പോണത്. ആ കോളേജിൻ്റെ ഇവിടെ തൃശ്ശൂർക്ക് വരുന്നവരൊക്കെ ഹെലിപ്പാഡ് ഇവിടെ തന്നെ ഇറങ്ങാം കേട്ടോ. നമ്മുടെ സുരേഷ് ഗോപി ആണെങ്കിലും മന്ത്രി ആണെങ്കിലും ഗുരുവായൂർക്ക് സുരേഷ് ഗോപിയുടെ മോൻ്റെ കല്യാണത്തിന് അങ്ങോട്ട് മുഖ്യമന്ത്രി വന്നിട്ടുണ്ടായിരുന്നില്ല. അതിനൊക്കെ ഇവിടെ തന്നെ ഇറങ്ങി നോക്കണത്. കുട്ടനല്ലൂർ, ഇതാണ് കുട്ടനല്ലൂർ ടൗൺ. ജൂണോ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി സുഹൃത്തുക്കളെ. ഞൊണ്ടി പോണത് നോക്ക്. വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ഓരോരോ ആവശ്യമില്ലാത്ത പരിപാടികൾ ചെയ്തിട്ട് ജൂണ അത് പറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇഞ്ചക്ഷൻ ഞാൻ നിന്നെ കുത്തി വയ്ക്കും കേട്ടോ. കരഞ്ഞ് ഒരു പരിവായിട്ടുണ്ടവൻ. ഇനി അടുത്ത മെയിൻ പരിപാടി എന്താണെന്നറിയോ? ജൂണോനെ വൈപ്പ് ചെയ്തെടുക്കണം കേട്ടോ. എൻ്റെ ഡ്രസ്സ് എന്തായാലും എൻ്റെ ഡ്രസ്സ് എന്തായാലും കൊളായി. ഇത് 400 രൂപയുള്ള കേസ്. ഇതിന് 400 രൂപയുള്ള കേട്ടോ. 400 രൂപയ്ക്ക് നല്ല സ്ട്രോബെറിയുടെ മണമുള്ള ഇതാ വരുന്നത് കേട്ടോ. വൈപ്സ്, നമ്മുടെ വെറ്റ് വൈപ്സ് ഉണ്ടല്ലോ, വെറ്റ് വൈപ്പ് പോലെ തന്നെ പട്ടിക്കുട്ടികൾക്ക്, പപ്പീസിനും അഡൽട്ടായിട്ടുള്ള ഡോഗുകൾക്ക് എല്ലാത്തിനും പറ്റുന്ന ഈ സാധനമാണ്. സ്പോൺസേർഡൊന്നും അല്ല കേട്ടോ. 400 രൂപയ്ക്ക് 200 എണ്ണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, അമ്മയും പറയുന്നുണ്ട് സ്മെല്ല്, ഇത് നല്ല സ്മെല്ലാണ്, മണത്ത് നോക്കി. അല്ല, അങ്ങനെയല്ല, സ്മെല്ല് കണ്ടോ, നല്ല ഒരു മണമുണ്ട്. അപ്പോൾ അവൻ കുറേ കരഞ്ഞ് ഇതൊക്കെ ആയിട്ടാ. അപ്പോൾ ഒന്ന് തുടച്ച് ഒന്ന് വൃത്തിയാക്കണം. പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ കുറേ പപ്പീസും ഒക്കെ വരണതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഇതുകൂടി ഉണ്ട്. അപ്പോൾ ഫുള്ളൊന്ന് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനൊരു സമാധാനം, എനിക്കും ഒരു സമാധാനം കേട്ടാ. ഇനി വീണോ അടുത്ത കാലം ഓടിക്കാൻ. ഇഞ്ചക്ഷൻ എവിടെ കുത്തിയ 3 ഇഞ്ചക്ഷൻ കുത്തിയിട്ട് 700 രൂപ സുഹൃത്തുക്കൾ ചിലവ് വന്നത്. 3 ഇഞ്ചക്ഷനും ഒരു ഓയിൽമെൻറ്റും. ഇങ്ങനെ പറയണതാണ് കേട്ടോ, ചുമ്മാ നമ്മൾ വീട്ടിലൊക്കെ അങ്ങനെ പറയുമല്ലോ. 700 രൂപ ചിലവാക്കിയ മുതലാണെന്നൊക്കെ വീട്ടിൽ പറയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ പറഞ്ഞു പോണതാണ്, വേറെ ഒന്നും വിചാരിക്കണ്ട കേട്ടോ അതിൽ.
അപ്പോൾ ഇവനെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് 1-2 ഡെലിവറി ഉണ്ട് ഇന്ന്. ഡെലിവറി മീൻസ് ഡെലിവറി കിട്ടാനുണ്ട്, അത് ഞാൻ പറയാം. നമ്മുടെ നാക്കിൻ്റെ 2 പ്രൊഡക്റ്റ് ഇന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓർഡർ ചെയ്തിട്ടുള്ള പ്രോട്ടീൻ പൗഡറും വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇതാ ഗൈസ്, ഇതാണ് നമ്മുടെ സാധനം. ഞാൻ പൊളിക്കട്ടെ കേട്ടോ. 2 ദിവസമായി ഞാൻ കാത്തിരിക്കണു. ഒരാഴ്ചയായിട്ട് എൻ്റെ പ്രോട്ടീൻ ഇൻടേക്ക് ഭയങ്കര മോശമായിട്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ മോനെ, ഇതാണ് സാധനം ഗൈസ്. ഞാൻ എൻ്റെ ന്യൂട്രീഷൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ആണ്. ഐസൊലേറ്റഡ് കോൺസെൻട്രേറ്റഡ് ഐസൊലേറ്റ് പ്രീമിയം ക്വാളിറ്റി ഇന്നർ ഫിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ്. ഇമ്പോർട്ടഡ് ഫ്രം USA എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ന്യൂട്രീഷൻ ആൾ പറഞ്ഞിട്ടുള്ളത് അനുസരിച്ചിട്ടാണ് ഞാനിത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ആരും ഈ പ്രോട്ടീൻ പൗഡറൊന്നും എടുക്കരുത്. എനിക്കിപ്പോൾ നൊയമ്പ് സീസൺ ആയതുകൊണ്ട് പ്രോട്ടീൻ ഗോള് ഹിറ്റ് ചെയ്യാൻ പറ്റാറില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്നത് കേട്ടോ. ഞാൻ കാശ്മീർ യാത്രയ്ക്ക് പ്രോട്ടീൻ പൗഡർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പ്രോട്ടീൻ ഇൻടേക്ക് കറക്റ്റ് ആവാത്തത് കൊണ്ട് പിന്നെ ഇപ്പോഴാണ് പ്രോട്ടീൻ്റെ ഇത് ചെയ്യണത് കേട്ടോ. ഇതാകെ 30 സ്കൂപ്പൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. കറക്റ്റ് 1 മാസത്തേക്കൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സാധനം വരണത്. 24 ടോട്ടൽ അമിനോ ആസിഡ് പെർ സെർവിങ്. കോഫി ഫ്ലേവറാണ് കേട്ടോ. കഫേ മൊച്ച 30 സെർവിങ്സ്, 30 ഇതുണ്ടാവുള്ളൂ കേട്ടോ. നെറ്റ് വെയിറ്റ് 1 കിലോ. ഇതിൽ സ്കൂപ്പും ഇതിൽ തന്നെ ഉണ്ടാവും കേട്ടോ. പെട്ടിയുടെ പകുതിയുള്ളൂ. അത് കാണുമ്പോഴാണ് ഒരു വിഷമം. അയ്യോ, പൊടിയായിട്ട് പോവല്ലേ. അപ്പോൾ പ്രോട്ടീൻ ഇൻടേക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് അറ്റ്ലീസ്റ്റ് ചിക്കൻ നൊയമ്പ് വന്നിട്ടുണ്ട് ഗൈസ്. നൊയമ്പ് സീസൺ ആയതുകൊണ്ട് ഈസ്റ്ററിന് ഇനി നൊയമ്പ് വിടുള്ളൂ. അപ്പോൾ നൊയമ്പ് എടുത്തിട്ടുള്ള കുറേ കാലമായി നൊയമ്പ് എടുത്തിട്ട്. ഇപ്പോൾ ഇടയ്ക്ക് നൊയമ്പൊക്കെ എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഇതാണ്, അഭിപ്രായമാണ്. അപ്പോൾ നൊയമ്പ് എടുത്തിട്ടുണ്ട്. നൊയമ്പ് എടുത്തതുകൊണ്ട് നമുക്ക് ഈ സാധനം നമ്മൾ പ്രോട്ടീൻ ഇൻടേക്ക് അല്ലെങ്കിൽ ഇത്രയും കാലം നമ്മൾ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഒരാഴ്ചയിലത്തെ ഡയറ്റ് മുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 1 വർഷം കൊണ്ട് നടന്ന ഡയറ്റ് ഒരാഴ്ച കൊണ്ട് നമുക്ക് വേണമെങ്കിൽ കളയാൻ പറ്റും കേട്ടോ. അപ്പോൾ അത്രയും പെട്ടെന്ന് നമുക്ക് ഫാറ്റും ഇതൊക്കെ കയറും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം, പ്രോട്ടീൻ പൗഡർ എത്തി. ഇതാണ് നമ്മുടെ നാക്കിൻ്റെ സ്റ്റാൻഡ് വരുന്നത് കേട്ടോ. ഞാൻ നമ്മുടെ കടയിലേക്ക് പോന്നു. കടയിലേക്ക് പോന്നിട്ട് നമ്മൾ നാക്കിൻ്റെ സ്റ്റാൻഡ് പൊട്ടിച്ചു. ഇതാണ് സ്റ്റാൻഡ് വരുന്നത്. സ്റ്റാൻഡ് നമുക്ക് ആക്ച്വലി ബൈക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡാണ് കേട്ടോ. നമുക്ക് ഒരു സ്റ്റാൻഡ് റെഡ് അവിടെയുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ബൈക്ക് വയ്ക്കാൻ സുഹൃത്തുക്കളെ ലൈക്ക് ഈസി ആയിട്ട് വയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല ലുക്കിൽ ഭംഗിയിൽ സാധനം ഇരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റാൻഡ് ഉപയോഗിക്കുന്നത്. 27.5 29 എല്ലാ ടയർ സൈസും ഇതിൽ കയറും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ജസ്റ്റ് കയറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ കയറിയിരുന്നു കഴിഞ്ഞാൽ സ്റ്റാൻഡ് നമുക്ക് തട്ടാം. ബൈക്ക് ഇങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ ഇങ്ങനെ ബൈക്ക് ഇരുന്നോളും. ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണതാണ്. 2000 രൂപയുടെ ചാർജ് വരുന്നത് കേട്ടോ. ഫ്രീ ഷിപ്പിംഗ്, ഫ്രീ ഡെലിവറി എവിടെയാണെങ്കിലും. ആ ഒരു ലുക്കിൽ ബൈക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു പ്രൊഫഷണലായ ആൾക്കാരുകളൊക്കെ ബൈക്കിന് ഇഷ്ടപ്പെടുന്നവർ മാത്രമേ അതൊക്കെ വാങ്ങിയുള്ളൂ. എന്നാലും കുറേ പേര് നമുക്കത് എൻക്വയറി വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ വാങ്ങി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഇത് വരുന്നത്. ഇനിയിപ്പോൾ നമ്മളിത് ഷോപ്പിലിരിക്കുകയാണ്. ഷോപ്പിലിരുന്നിട്ട് കുറച്ച് എഴുത്തും കുഴുത്തും പരിപാടികളൊക്കെ ഉണ്ട്. എല്ലാ വണ്ടികളും നമുക്ക് സ്റ്റോക്കും ഉണ്ട് കേട്ടോ. TD 850, അതുപോലെ തന്നെ അത് സ്മോളാണ് വരുന്നത്. പിന്നെ എപ്പെക്സ്, ക്ലാൻ 2 എപ്പെക്സ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഷോപ്പിലിരിക്കട്ടെ. നാളെ 6 മണിക്ക് കാണാം സുഹൃത്തുക്കളെ. ബൈ.